ഹായ് ഗായ്സ്, അപ്പോൾ അടുത്ത ദിവസം ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കണ്ണാടി ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാനൊരു പേപ്പറും അതിൽ നമ്മളെ ഹാൻഡ് വാഷില്ലേ അതും വെച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത് കേട്ടോ. ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ പേപ്പറിൽ കോൾഗേറ്റ് ഇല്ലേ അതൊക്കെ ആക്കിയാലും ക്ലീൻ ആവുമായിരുന്നു കേട്ടോ. അതിന് ശേഷം ഈ ഒരു സാധനം ഉണ്ടല്ലോ, പീൽ ഓഫ് മാസ്ക്, കുറേ ആയി വാങ്ങിയിട്ട്, പക്ഷേ എപ്പോഴെങ്കിലൊക്കെയാണ് എടുത്ത് യൂസ് ചെയ്യല്ലോ കേട്ടോ. അപ്പോൾ അത് ഇന്ന് തേച്ച് വെച്ചാലോ എന്നുള്ള ഒരു തോന്നലിൽ ഞാനതങ്ങ് തേക്കുകയാണ് കേട്ടോ. ഈ ആദ്യം ഞാൻ വാങ്ങിയ സമയത്ത് നേരിയ തോതിലായിരുന്നു ഞാൻ തേച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ ആയിരുന്നു തേച്ചത്. കാരണം അതിന് അങ്ങനത്തെ ഒരു 200 സംതിങ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ട്യൂബിൽ നിന്ന് കിട്ടുന്നതല്ല, നമ്മൾ അതെടുക്കാൻ നമുക്കും കുറച്ച് പിശുക്കുണ്ടായിരുന്നു. അത്രയും റേറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ അതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായി അതങ്ങനെയല്ല എന്നുള്ളത്. എന്തായാലും വീഡിയോസൊന്നും നോക്കിയിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ യൂസ് ചെയ്തപ്പോൾ കുറച്ച് കട്ടിയില്ല കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ ഈസിലി പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേത് ഉണങ്ങി വരുമ്പോൾ കുറച്ച് പാടാണ്. ഇത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ചോറ് വെക്കാൻ ഇന്ന് രാവിലെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു, രാവിലെ മുട്ട റോസ്റ്റ് ആക്കിയിരുന്നു. അപ്പോൾ അത് ഇതിൽ മിക്സ് ആക്കി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം അതാകുമ്പോൾ വേഗം ആയി കിട്ടുമല്ലോ. ചോറ് മാത്രം ആക്കിയാൽ മതി. ഉള്ളി അതിൽ മിക്സ് ആക്കാനായിട്ടുള്ള ഉള്ളി അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരി നേരത്തെ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായിരുന്നു, ജീരകം ഓയിലൊഴിച്ചിട്ട് ജീരകം ജസ്റ്റ് ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഉള്ളി ഒന്നും ഇതാക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ അരിയെടുത്ത പാത്രത്തിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പും പിന്നെ ചെറുനാരങ്ങ നീരില്ലേ അതും ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് നമ്മളെ ചോറിന് ഒട്ടിപ്പിടിക്കാതിരിക്കാനല്ലേ, അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ആ കുതിർത്ത് വെച്ച അരി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് എളുപ്പത്തിന് വേഗം ഉണ്ടാക്കുക, ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കുക്കറിലൊന്നുമല്ല. അപ്പോൾ അരിയൊക്കെ അതിലിട്ടിട്ട് അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം തിളപ്പിക്കും. അപ്പോഴത്തേക്ക് ആയിക്കോട്ടെ കേട്ടോ. അതിനുശേഷം എനിക്ക് കുറച്ച് മുരിങ്ങ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു വരി. ഇവിടുന്ന് അങ്ങോട്ട് അടിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ചോറ് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാനും ചോറുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ